മോദിയുടെ ഓരോ ചലനത്തിലും നമ്മുടെ രാജ്യത്തിനു വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ അത്തരമൊരു പ്രവർത്തനമാണ് കാണുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ മോദി ഒരു രാജ്യം സന്ദർശിക്കുകയാണ്. ആ സന്ദർശനത്തിൽ പോലും കൃത്യമായ അജണ്ടയുള്ളതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അത് ആർക്കുള്ള സന്ദേശമാണ്? ഏത് രാജ്യത്തിന് ഇട്ടുള്ള പണിയാണത്? വളരെ ശരിയാണ് ശ്രീജിത്ത് ചോദിച്ചത്. അതൊരു പണിയാണ്. അത് ഒരു പണിയല്ല, ഒരു ഒന്നൊന്നര പണിയാണ്. ഈ മോദി ഒരു നിസ്സാരക്കാരനല്ലെന്ന് ഇനിയെങ്കിലും ഈ രാജ്യത്തെ പ്രതിപക്ഷം മനസ്സിലാക്കണം. ഈ പപ്പുമോനെ പോലെ വിടുവായത്തനം പറഞ്ഞ് നടക്കുന്ന, വിഡ്ഢിത്തം വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഒരാളല്ല നരേന്ദ്രമോദി. നോക്കൂ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് കൃത്യമായി അറിയാം. അതുകൊണ്ടല്ലേ 2009 മുതൽ തന്നെ ഭാവി പ്രധാനമന്ത്രിയായിരുന്നു. അതെ, അല്ല, മൻമോഹൻ സിംഗിനുണ്ടായിരുന്ന കരുത്ത് പോലും ഈ രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ നമ്മൾ മോദിയെ വായിച്ചെടുക്കേണ്ടത് അവിടെയാണ്. നോക്കൂ, ഇതുവരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ പ്രവർത്തന ശൈലിയല്ല നരേന്ദ്രമോദിക്ക്. നരേന്ദ്രമോദി വാജ്പേയി ഒക്കെ ആണെങ്കിൽ കുറെ കൂടെ മൃദുവാണ്, സംയമനമുണ്ട്. നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരാളെ പോലും തോളത്ത് തട്ടി അനിയ വേണ്ട, മടങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയക്കുന്നതാണ്. മോദി അങ്ങനെയല്ല, ചിരിച്ചുകൊണ്ടത് നേരിടും എന്ന് മാത്രമല്ല, തിരിച്ച് ഈ ശത്രുവിന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു വലിയ അടിയായിരിക്കും നരേന്ദ്രമോദി നൽകുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒന്നൊന്നര പണി പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കാണ് ഒന്നൊന്നര പണി കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ പടി മോദി ചവിട്ടിക്കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി ആദ്യമായിട്ട് സന്ദർശിക്കുന്നത് അമേരിക്കയോ റഷ്യയോ ചൈനയോ ഒന്നുമല്ല, ഒരു കൊച്ചു രാഷ്ട്രം, ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രമാണ്. മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള ഒരു കൊച്ചു ദ്വീപ്, സൈപ്രസ് എന്നാണ് അതിൻ്റെ പേര്. അത് ഈ തുർക്കിയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. ഈ ദ്വീപ് സമൂഹം നേരത്തെ ഇത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. പിന്നീട് അവർ സ്വാതന്ത്ര്യം നേടി. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വികസിത രാഷ്ട്രമാണ്. വളരെ കുറച്ച് ജനസംഖ്യയേ ഉള്ളൂ. അവിടെ അതിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറയാം. ഇത് 1960 അവർ സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യം നേടി അവർ ഒരു കോമൺവെൽത്ത് റിപ്പബ്ലിക്കായിട്ട് മാറി. അങ്ങനെ അവർ 1961 മുതലാണ് അവർ കോമൺവെൽത്ത് റിപ്പബ്ലിക്കായി മാറിയത്. മാത്രമല്ല, അവർ 2004 മെയ് 1 മുതൽ യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാകുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതേസമയം 1974 അവിടെ ഒരു ചെറിയ പ്രശ്നം നടന്നു. അവിടുത്തെ ഈ ഗ്രീക്ക് സൈപ്രിയോട്ടികൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതുപോലെ ഈ തുർക്കിയിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയ ടർക്കിഷ് സൈപ്രിയോട്ടികളുമുണ്ട്. ഇവർ തമ്മിൽ സാമുദായികമായൊരു സ്പർദ്ധ അവിടെ നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്രീക്ക് സൈപ്രിയോട്ടികളുടെ വിഭാഗമാണ് സൈന്യത്തിൽ, അവരുടെ സൈന്യത്തിലും അവർക്കൊരു ചെറിയ സേനയൊക്കെ ഉണ്ട്. അതിൽ കൂടുതലായിട്ടുള്ളത് ഇവരാണ്. വളരെ ജനസംഖ്യ കുറഞ്ഞ ഒരു രാഷ്ട്രമാണ്. ഗ്രീക്ക് സൈപ്രിയോട്ടികൾ ഒരു സൈനിക അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടത്തി. പക്ഷെ അത് പരാജയപ്പെട്ടെങ്കിലും ഈ തുർക്കി, അവിടെ ഈ ടർക്കിഷ് സൈപ്രിയോട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ തുർക്കി ഈ ദ്വീപിനെ ആക്രമിച്ച് അതിൻ്റെ 1/3 ഭാഗം കീഴടക്കി അവർ പിടിച്ചെടുത്തു. എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക, അവരുടേതായ ഒരു ചെറിയ ഭരണകൂടത്തെ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ പാകിസ്ഥാൻ കാശ്മീർ ആക്രമിച്ച് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശം ഉണ്ടാക്കിയെടുത്തല്ലോ, അതുപോലെ അവിടെ നിന്ന് പിന്മാറാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ട് അവർ പിന്മാറിയില്ല. ആ വിഷയം UN-ൽ എത്തിച്ച് അതങ്ങനെ കുളമാക്കി. അതിൽ ജവഹർലാൽ നെഹ്റുവിനുണ്ടായ പിഴവ് നമുക്കറിയാമല്ലോ. ജവഹർലാൽ നെഹ്റു അല്ല, അത് സർദാർ വല്ലഭഭായ് പട്ടേലാണത് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇവന്മാരെ മുഴുവനും അവിടുന്ന് ഒഴിപ്പിച്ച് ആ പ്രദേശം പിടിച്ചെടുത്തതിന്. പക്ഷേ നെഹ്റു, ഈ വലിയ ആഗോള പുരുഷനും വിശ്വപൗരനും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവും ഒക്കെ ആയ നെഹ്റു അവിടെ തലയണക്കിടിയിൽ കയ്യും കൊടുത്ത് കിടന്നുറങ്ങി. എന്നിട്ട് രാജ്യത്തെ ഭൂമി വല്ലവരും കയ്യേറുന്നത് കയ്യും കെട്ടി നോക്കി നിന്നു. അവസാനം UN-ൽ പോയി പരാതി പറയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ പരാതിയല്ല പറയേണ്ടത്, എന്നെ അടിക്കാൻ വരുന്നവനെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് നയം. അതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി, അതാണ് ഒരു രാഷ്ട്രം ചെയ്യേണ്ടത്. എത്ര ശക്തനാണെങ്കിലും എത്ര ദുർബലനാണെങ്കിലും ശരി, ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കണം. അതാണ് പട്ടേലിൻ്റെ നയം. പട്ടേൽ അക്കാര്യത്തിൽ വിജയിച്ചു. അദ്ദേഹം കൈവച്ചിടത്തെല്ലാം അദ്ദേഹത്തിന് നേട്ടമേ ഉണ്ടായുള്ളൂ. ഇന്ത്യൻ യൂണിയൻ, ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്ന കാര്യം മുതൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായി സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചയാളാണ് പട്ടേൽ.
അത് അവിടെ നിൽക്കട്ടെ. അവസാനം അതിന്റെ ക്രെഡിറ്റും കൊണ്ടുപോയത് നെഹ്റുവാണ്. അതിൻ്റെ ക്രെഡിറ്റും നെഹ്റുവിന് അങ്ങനെയാണ്. വല്ലവരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് ഞമ്മളാണേ എന്ന് പറഞ്ഞു വരുന്ന ആ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്ഥിരം ശൈലിയുണ്ടല്ലോ. അങ്ങനെ ഒരു എട്ടുകാലി മമ്മൂഞ്ഞാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ആക്ഷേപിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ ഈ ടർക്കിഷ് സൈപ്രിയോട്ടികൾ ഒരു ചെറിയ ഭാഗം ഇപ്പോൾ കൈവശം വെച്ച് നിയന്ത്രിക്കുകയാണ്. അവിടെ നിന്ന് അവരെ ഒഴിപ്പിച്ച് അതും ഈ സൈപ്രസിൻ്റെ ഭാഗമാക്കി പഴയതുപോലെ ഒരൊറ്റ ദ്വീപായിട്ട് നിലനിർത്തണം എന്ന് അവിടുത്തെ ഭരണകൂടത്തിന് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അവർ അക്കാര്യത്തിൽ ഏറ്റവും വലിയ സഹായം തേടുന്നത് ഇന്ത്യയിൽ നിന്നാണ്, നരേന്ദ്രമോദിയിൽ നിന്നാണ്. നരേന്ദ്രമോദി അവരുടെ ആ ക്ഷണം സ്വീകരിച്ച് നേരെ അവിടേക്കാണ് പോയത്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലേക്ക് പോയുന്ന അദ്ദേഹം യാത്ര സൈപ്രസ് വഴിയാക്കി. സൈപ്രസിൽ ഒരു ദിവസം അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ സൈപ്രസിലെത്തിയ നരേന്ദ്രമോദിയെ അവരുടെ പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. നിക്കോസ് ക്രിസ്റ്റോഡൗലിറ്റ്സ് എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ് നേരിട്ടെത്തി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയായിരുന്നു. ഈ സന്ദർശനം എങ്ങനെ തുർക്കിക്ക് പ്രതിസന്ധി ഉണ്ടാക്കാം? തീർച്ചയായിട്ടും ഇത് തുർക്കിക്ക് പ്രതിസന്ധിയാണ്. കാരണം ഈ പറയുന്നത് പോലെ സൈപ്രസിൽ ഒരു ഇന്ത്യൻ നേവൽ ബേസും എയർ ബേസും ഉണ്ടായാൽ എന്തായിരിക്കും ഫലം? ഈ തുർക്കി അവിടുന്ന് അനങ്ങാൻ സാധിക്കില്ല. തുർക്കിക്ക് ഇന്ത്യയുടെ മുന്നിൽ 500-1000 ഡ്രോണുകൾ അയച്ചല്ലോ. തുർക്കിയുടെ ഡ്രോണുകളാണല്ലോ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് തള്ളിവിട്ടത്. ഒരെണ്ണം പോലും ഇന്ത്യയുടെ വ്യോമാതിർത്തിയെങ്കിലും കടന്നോ? അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? പിന്നെ ധാരാളം വെടിക്കോപ്പുകൾ കൊടുത്തു. എന്തായി? ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഈ പറയുന്നത് പോലെ വെടിക്കോപ്പുകളുമായിട്ട് തോക്കുകളും പീരങ്കികളും ഒക്കെ ആയിട്ട് അതിർത്തിയുടെ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയും ബ്രിട്ടനും റഷ്യയും സഞ്ചരിച്ച വഴിയാണ് ഇപ്പോൾ ഇന്ത്യ സഞ്ചരിക്കുന്നത്. ശത്രുരാജ്യത്തിന് സമീപമെത്തി അവരെ വളയുക. അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അത് അമേരിക്കയും റഷ്യയും ബ്രിട്ടനും മാത്രമല്ല, അതിനൊക്കെ മുമ്പ് നമ്മുടെ പ്രാചീന ഈ സംഘകാല ചരിത്രം എടുത്തു നോക്കിയാൽ കപ്പലോട്ടിയ തമിഴൻ്റെയൊക്കെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ ഈ ചോള, ചേര, പാണ്ഡ്യ രാജവംശങ്ങൾ എത്ര വലുതായിരുന്നു. അവർ ഈ സൗത്ത് ഇന്ത്യ മാത്രമല്ല, ഈ നമ്മുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ, ഇപ്പോഴത്തെ ഒഡീഷ, ഏതാണ്ട് വംഗദേശം വരെ അവരുടെ പേരും പെരുമയും നിലനിന്നിരുന്നു. അവരുടെ സാമ്രാജ്യം നിലനിന്നിരുന്നു. അവർ ഇത്തരത്തിൽ ഈ കിഴക്ക് ഭാഗത്തേക്ക് വലിയ രീതിയിൽ നാവികസേനയുമായിട്ട് സഞ്ചരിച്ചിരുന്നവരാണ്. സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ അവരുടെ കൈവെള്ളയിലായിരുന്നു. അതുകൊണ്ട് അതൊരു പ്രാചീന രീതിയാണത്, ശത്രുവിനെ വളയുക. അത് ഈ പറയുന്നത് പോലെ തന്ത്രപ്രധാനമായിട്ട് ശത്രുവിനെ മിത്രമാക്കിക്കൊണ്ട് അവിടം കേന്ദ്രമാക്കി ശത്രുവിനെതിരെ നീക്കങ്ങൾ നടത്തുക. മോഡി വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മെഡിറ്ററേനിയൻ കടലിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ധരണാഴി എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. ആ പ്രദേശത്ത് നമുക്ക് ഇത്തരത്തിലൊരു കേന്ദ്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. നമുക്ക് നമ്മുടെ വ്യാപാരം കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താനും അതിന് കൂടുതൽ സുരക്ഷ കൊടുക്കാനും. ഈ പറയുന്നത് പോലെ നമ്മുടെ കപ്പലുകളൊക്കെ പല ദിക്കിലേക്കും യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ചരക്കുകളും വഹിച്ചുകൊണ്ടാണ്. നമ്മുടെ കപ്പലുകൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളുടെ കപ്പലുകളും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അതിലും നമ്മുടെ ചരക്കുകളുണ്ട്. അതിനെല്ലാം കൃത്യമായ സുരക്ഷ കൊടുക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ഈ വർദ്ധിച്ചു വരുന്ന ഈ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളി, ഈ സമുദ്രത്തിൽ നമ്മൾ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും. ഇവിടെ എല്ലാ കപ്പലിൻ്റെയും പുറകെ നമുക്കിങ്ങനെ നമ്മുടെ ഓരോ പടക്കപ്പൽ സുരക്ഷയ്ക്കായിട്ട് വിടുക എളുപ്പമല്ല. പകരം ലോകത്തിൽ ഇത്തരം ദ്വീപുകളിൽ നമുക്ക് ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അത്തരത്തിലൊരു കേന്ദ്രം സൈപ്രസിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ ചർച്ചകളാണ് നരേന്ദ്രമോദിയും അവിടുത്തെ ഭരണാധികാരിയും തമ്മിൽ നടന്നിരിക്കുന്നത്. ഈ നിക്കോസ് അദ്ദേഹം അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് മോദിയെ സ്വീകരിച്ചത്. നമുക്ക് അവരുടെ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. ഒരു വലിയ സുഹൃത്തിനെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന ഒരു പ്രകടനമാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത്. മോദി അങ്ങേയറ്റം ഊഷ്മളതയോടുകൂടി ആ സ്വീകരണം ഏറ്റുവാങ്ങി അവരോട് അങ്ങേയറ്റം ഹൃദയം തുറന്ന് സംസാരിക്കുന്ന കാഴ്ച ലോകം കണ്ടു. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ സൈപ്രസ് എല്ലാവർക്കും ഒരു സർപ്രൈസ് നൽകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുർക്കി വാ തുറന്നിട്ടില്ല, അനങ്ങിയിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എർദോഗനോട് ഇതേക്കുറിച്ച് ചോദിച്ചെങ്കിലും ഒരക്ഷരം എർദോഗൻ മിണ്ടിയിട്ടില്ല. എർദോഗന് അപകടം മനസ്സിലായി.
കളിക്കുന്നത് ആരോടാണെന്ന് ഇപ്പോഴാണ് തുർക്കിക്കും എർദോഗനും മനസ്സിലായത്. ഹാഗിയ സോഫിയ പിടിച്ചെടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല നരേന്ദ്രമോദിയോടും ഇന്ത്യയോടും ഇടപെടുന്നത് എന്നും ഇപ്പോൾ എർദോഗന് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഈ ഒരു മതമൗലികവാദിയായ എർദോഗൻ്റെ നയങ്ങളൊന്നും തന്ത്രങ്ങളും സൂത്രങ്ങളും ഒന്നും മോദിയുടെ അടുക്കൽ വിലപ്പോകില്ല എന്ന് തീർച്ചയാണ്. എന്തായാലും സൈപ്രസിലെ മോദിയുടെ സന്ദർശനം വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ യൂണിയനിലേക്കുള്ളൊരു എന്താ പറയുക, വാതിൽ തുറന്നിട്ടുകൊണ്ട് മോദി അവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. യൂറോപ്യൻ യൂണിയനുമായിട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2019 മുതൽ പല വ്യാപാര കരാറുകളും പെൻഡിങ് ആണ്. അതൊക്കെ ഇനി പ്രാവർത്തികമാകണം. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ്പായിരിക്കും ഒരു പക്ഷേ സൈപ്രസിൽ ആരംഭിച്ചിരിക്കുന്നത് എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മോദി സൈപ്രസിൽ എന്ത് സർപ്രൈസാണ് സമ്മാനിക്കാൻ പോകുന്നത്.